കേരളത്തിന്റെ ഹൃദയഭാഗമായ കൊച്ചിയിൽ നിന്നും 15 കിലോമീറ്റർ മാറി പെരിയാറിന്റെയും വേമ്പനാട്ട് കായലിന്റെയും പ്രകൃതി സൗന്ദര്യം ഒഴുകി ഇഴുകിച്ചേർന്ന് ചെറുതും വലുതുമായ 14 പച്ച തുരുത്തുകളുമായി ആരുടെയും മനസ്സിനെ കവരുന്ന സ്വർഗത്തിലെ താഴ്വാരയ്ക്ക് സമമായ പ്രദേശമാണ് കടമക്കുടി. മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുവള്ളങ്ങൾ കായലിലേക്ക് ചെരിഞ്ഞു നിന്ന് കരയിലെ പച്ചപ്പിന് കൂടുതൽ പകിട്ടു നൽകുന്ന തെങ്ങുകൾ, കായലിനെയും കരയെയും ഒരുപോലെ കൂട്ടിച്ചേർത്ത് തങ്ങൾക്കൊപ്പം നിർത്തുന്ന കണ്ടൽക്കാടുകളുടെ നീണ്ട നിരകൾ, തങ്ങളുടെ സ്വാഭാവിക ജീവിതം നയിക്കുന്ന ഗ്രാമങ്ങൾ. കരകളെ ബന്ധിപ്പിക്കാൻ വെള്ളത്തിനു മുകളിലൂടെ ഒഴുകി നടക്കുന്ന ജങ്കാറുകൾ. ഈ കാഴ്ചകൾക്കെല്ലാം കൂടുതൽ ആകർഷണം നൽകുന്ന വിവിധ ഇനം പക്ഷികൾ. സന്ധ്യാനേരത്ത് വ്യത്യസ്തമായ ഹൃദയസ്പർശിയായ മറ്റെവിടെയും കാണാൻ സാധ്യമല്ലാത്ത സൂര്യാസ്തമയത്തിന്റെ വർണ്ണാഭമായ കാഴ്ചയും, നീലാകാശം, പച്ചത്തുരുത്തുകൾ, ചെമന്ന സൂര്യാസ്തമയം, ഇതാണ് കടമക്കുടി. കേരളത്തിന്റെ ഗ്രാമകാഴ്ചകളിൽ നിന്ന് വേറിട്ട് നിലകൊള്ളുന്ന ഗ്രാമമാണ് കടമക്കുടി. വിശാലമായ പൊക്കാലി പാറശേഖരങ്ങളുടെ നാട് കൂടിയാണിവിടെ. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളാണ് ഇവിടെ അധികവും. പാശ്ചാത്യ സംസ്കാരങ്ങളുടെ കൂടിച്ചേരലുകൾ ഇവിടുത്തെ ജനങ്ങളുടെ കലകളിലും ജീവിത രീതികളിലും ഈ വേറിട്ട പ്രകൃതം കൊണ്ടുവരുന്നു. പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം ഈ വേറിട്ട സംസ്കാരവും കടമക്കുടിയിൽ അനുഭവിക്കാൻ സാധിക്കും. ജലപാതയാണ് കടമക്കുടിയിലെ പ്രധാന യാത്രാമാർഗം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹരിത ബോട്ട് ആംബുലൻസും കടമക്കുടിയിലാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ ടെർമിനലുകൾ പ്രവർത്തനം ആരംഭിക്കുവാൻ തയ്യാറെടുക്കുന്നു. കടമക്കുടിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഹൗസ് ബോട്ടുകളും കയാക്കുകളുമെല്ലാം ഇന്ന് ലഭ്യമാണ്. കടമക്കുടിയുടെ ടൂറിസം സാധ്യതകൾ കണ്ടെത്താനും പരിസ്ഥിതി സൗഹാർദ്ദമായ ഉത്തരവാദിത്വപൂർണമായ ഒരു ടൂറിസം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനുമായി കടമക്കുടി എ വാലി ഓഫ് ഹെവൻ എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു.